എഹെസേക്കൽ 23 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. യവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ച് അവരുടെ കന്യാകുചാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് സമയും ഒഹോലിബ എന്നത് യെരുസലേമും ആകുന്നു. എന്നാൽ ഒഹോല എന്നെ വിട്ടു പരസംഗം ചെയ്തു. അവൾ ധൂമ്ര വസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂർ ജാരന്മാരെ മോഹിച്ചു. അശൂർ ശ്രേഷ്ഠന്മാരായവരോടൊക്കെയും തന്റെ വേശ്യാവിദ്യകളെ ചെലവഴിച്ചു. താൻ മോഹിച്ചു പോകുന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെ കൊണ്ട് തന്നെത്താൻ മലിനയാക്കി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യവനത്തിൽ അവളോടുകൂടെ സഹിച്ചു. അവളുടെ കന്യാ കുചാഗ്രം ഞെക്കി തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ, അവൾ മോഹിച്ചിരുന്ന അശുരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി. അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു. അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഒരു നിന്ദാപാത്രമായി തീർന്നു. എന്നാൽ അവളുടെ സഹോദരിയായ ഒഹോലീബ ഇത് കണ്ടിട്ടും തന്റെ കാമവികാരത്തിൽ അവളെക്കാളും തന്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യാവൃത്തിയേക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു. മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂരെ മോഹിച്ചു. അവളും തന്നെത്താൻ മലിനയാക്കിയെന്ന് ഞാൻ കണ്ടു. ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായിലം കൊണ്ട് എഴുതിയ കൽദരുടെ ചിത്രങ്ങളെ, കൽദേദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചുകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചക്കൊട്ടൊഴിയാതെ പ്രമുഖന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചൂരന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ടയുടനെ അവൾ അവരെ മോഹിച്ചു. കൽദേദേശത്തിലേക്കും അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അങ്ങനെ ബാബേൽക്കാർ പ്രേമ സൈന്യത്തിനായി അവളുടെ അടുക്കൽ വന്ന് പരസംഗം കൊണ്ട് അവളെ മലിനയാക്കി. അവൾ അവരാൽ മലിനയായി തീർന്നു. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തന്റെ പരസംഗം വെളിപ്പെടുത്തി തന്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. എന്നിട്ടും അവൾ മിസ്രയീം ദേശത്ത് വെച്ച് പരസംഗം ചെയ്ത തന്റെ യൗവനകാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു. ഇങ്ങനെ തന്റെ യവന സസ്തനങ്ങളെ നിമിത്തം മിസ്രയീമ്യർ നിന്റെ കുചാഗ്രങ്ങളെ ഞെക്കിയതായ നിന്റെ യവനത്തിലെ ദുഷ്കർമ്മം നീ തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ഒഹോലിബയെ, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽക്കാർ, കൽദേർ ഒക്കെയും, പെക്കോത്യർ, സോവ്യർ, കോവ്യർ, അശ്വർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശ്രുതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹമായി നിന്റെ നേരെ വരും. അവർ പരിചയം പലകയും പിടിച്ച് തലക്കോരിക ഇട്ടും കൊണ്ട് നിന്നെ വന്നു വളയും. ഞാൻ ന്യായവിധി അവർക്ക് ഭരമേൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും. ഞാൻ എന്റെ തീഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ കോപത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ടു പോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞ ആഭരണങ്ങൾ എടുത്തു കളയും. ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയെ നിർത്തലാക്കും. നീ ഇനി അവരെ തലപൊക്കി നോക്കിയേയില്ല, മിസ്രയീമിനെ ഓർക്കുകയുമില്ല.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കയ്യിൽ, നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കൈ തന്നെ ഏൽപ്പിക്കും. അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയും ആക്കിവിടും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും. നീ ജാതികളോട് ചെന്ന് പരസംഗം ചെയ്തുകൊണ്ടും അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മലിനയാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും. നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവരുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്ദയ്ക്കും പരിഹാസത്തിനും വിഷയമായി തീരും. അതിൽ വളരെ കൊള്ളുമല്ലോ. കമ്പനോ ശൂന്യമായുള്ള പാനപാത്രമായി നിന്റെ സഹോദരി സമയയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നീ അത് കുടിച്ചു വറ്റിച്ച് ഉടച്ച് കഷ്ണങ്ങളെ നക്കി നിന്റെ മുലകളെ കീറിക്കളയും. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്നെ മറന്ന് എന്നെ നിന്റെ പിറകിൽ എറിഞ്ഞു കളകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്കാം. പിന്നെയും യഹോവ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, നീ ഒഹോലയും ഒഹോലിബയെയും ന്യായം വിധിക്കുമോ? എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്കാം. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്. തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു. അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവയ്ക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒന്നുകൂടി അവർ എന്നോട് ചെയ്തിരിക്കുന്നു. അന്നാളിൽ തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എന്റെ സബതുകളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു. ഇങ്ങനെ അത്രേ അവർ എന്റെ ആലയത്തിന്റെ നടുവിൽ ചെയ്തത്. ഇത് കൂടാതെ ദൂരത്തു നിന്ന് വന്ന പുരുഷന്മാർക്ക് അവർ ആളയച്ചു. ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്നുടനെ അവർ വന്നു. അവർക്ക് വേണ്ടി നീ കുളിച്ചു, കണ്ണിൽ മഷി എഴുതി, ആഭരണം അണിഞ്ഞു, ഭംഗിയുള്ള ഒരു കട്ടിന്മേൽ ഇരുന്നു. അതിന്റെ മുമ്പിൽ ഒരു മേശ ഒരുക്കി അതിന്മേൽ എന്റെ കുന്തിരിക്കവും എണ്ണയും വെച്ചു. നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിന്റെ ഘോഷം അവളോട് കൂടെ ഉണ്ടായിരുന്നു. ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ചു. മരുഭൂമിയിൽ നിന്ന് കുടിയന്മാരെ കൊണ്ടുവന്നു. അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ, കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും, ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെല്ലുന്നതുപോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു. അതെ, അവർ കാമുകികളായ ഒഹോലയുടെ അടുക്കലും ഒഹോലിബയുടെ അടുക്കലും ചെന്നു. എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരിണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതികൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും. അവർ വ്യഭിചാരിണികളല്ലോ, അവരുടെ കയ്യിൽ രക്തവുമുണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും. ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്നു അവരുടെ വീടുകളെ തീ വെച്ച് ചുട്ടുകളയും. ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദയെ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകൾ ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദയും ദേശത്ത് നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും. ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ?